അവന്റെ പരിശുദ്ധമായ ഭവനത്തിൽ ജുമുഅ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി നാം ഒരുമിച്ച് കൂടിയത് നമ്മിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ നിസ്കാരങ്ങളും മറ്റെല്ലാ കർമ്മങ്ങളും അല്ലാഹു തആല നമ്മിൽ നിന്ന് പരിപൂർണമായി ഖബൂൽ ചെയ്യട്ടെ. ജീവിതത്തിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മിൽ നിന്നും വന്നുപോയ പാപങ്ങളെല്ലാം റഹ്മാനായ റബ്ബ് നമുക്ക് പുറത്തു തന്ന് മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു നൽകിയ ആയുസ് മുഴുവനും അവന്റെ തൃപ്തിയിലായി ജീവിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ നമ്മുടെ ഈ പള്ളിയുടെ ചുറ്റുഭാഗവും അതുപോലെ വിവിധങ്ങളായ ഖബർസ്ഥാനങ്ങളിലും മരണപ്പെട്ട് കിടക്കുന്ന നമ്മുടെ ബന്ധുമിത്രാദികൾ അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അവസാനം ജന്നാത്തുൽ നഈമിൽ അവരെയും നമ്മെയും അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ പള്ളിയിൽ അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഇഅ്തികാഫിരിക്കാൻ ഞാൻ കരുതി എന്ന് നിയത്ത് ചെയ്യുന്നു. പരിശുദ്ധമായ ഇസ്ലാമിൽ നിയ്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നാം നിർവഹിക്കുന്ന കർമ്മങ്ങളെല്ലാം നിസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ് തുടങ്ങി നമ്മൾ നിർവഹിക്കുന്ന എല്ലാ ഇബാദത്തുകളും സ്വീകാര്യമാകുന്നത് നിയ്യത്തുണ്ടാകുമ്പോഴാണ്. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. മനുഷ്യ വിഭാഗത്തെ അല്ലാഹു തആല സൃഷ്ടിച്ചത് ഏകനായ അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ്. മുഖ്ലിസീന ലഹുദ്ദീൻ, ഇഖ്ലാസോടുകൂടെ, ആത്മാർത്ഥതയോടുകൂടെ, കളങ്കമില്ലാതെ, നല്ല നിയ്യത്തോടുകൂടെ അല്ലാഹു തആലക്ക് ഇബാദത്ത് ചെയ്യുക എന്ന ഒരു ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടിയാണ് നമ്മെ അല്ലാഹു തആല ഇങ്ങോട്ട് നിയോഗിച്ചത്. അപ്പോ ആരാധനാ കർമ്മങ്ങളുടെ മർമ്മമായ ഒരു കാര്യമാണ് നിയ്യത്ത്. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല ചെയ്യുന്ന ഇബാദത്തുകളും അതുപോലെ ദൈനംദിന ജീവിതത്തിൽ ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളെല്ലാം ഒരു നിയ്യത്ത് കൊണ്ട് ഒരു മനുഷ്യനെ ഇബാദത്താക്കി മാറ്റാൻ കഴിയുമെന്നതാണ്. നിസ്കാരം നിർവഹിക്കുമ്പോൾ, അതല്ലെങ്കിൽ സകാത്ത് കൊടുക്കുമ്പോൾ, ഉംറ നിർവഹിക്കുമ്പോൾ, ഹജ്ജ് ചെയ്യുമ്പോൾ, ഇതൊക്കെ അല്ലാഹുവും മനുഷ്യനുമായിട്ടുള്ള ഒരു ഇടപാടാണ്. പറഞ്ഞ മനുഷ്യർ അല്ലാഹു തആലക്ക് ചെയ്യുന്ന ഒരു ഇബാദത്ത്. അതുപോലെ മനുഷ്യന്റെ നിത്യോപയോഗ ജീവിതത്തിൽ വരുന്ന, ദൈനംദിന ജീവിതത്തിൽ വരുന്ന പ്രക്രിയകൾ, ഇതെല്ലാം നല്ലൊരു നിയ്യത്തുണ്ടെങ്കിൽ ഇതുപോലെ അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന ഇബാദത്താക്കി മാറ്റാൻ കഴിയുമെന്നതാണ് വസ്തുത. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, അതുപോലെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിർവഹിക്കാൻ വേണ്ടി നമ്മൾ ജോലി ചെയ്യുന്നു, വിവാഹം ചെയ്യുന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ഒരു നിയ്യത്തുണ്ടെങ്കിൽ അല്ലാഹുവിൽ നിന്ന് കൂലി ലഭിക്കുന്ന, പ്രതിഫലം ലഭിക്കുന്ന ഇബാദത്താക്കി മാറ്റാൻ നമുക്ക് കഴിയും. അല്ലാഹുവേ, ഞാൻ ഈ കഴിക്കുന്ന ഭക്ഷണം, ഇത് ഞാൻ കഴിക്കുന്നത് നിനക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ശക്തി ലഭിക്കാൻ വേണ്ടിയാണ് എന്നൊരു നിയ്യത്തുണ്ടാകുമ്പോൾ ആ ഭക്ഷണം കഴിക്കുന്നത് പോലും ആരാധനയായി മാറുകയാണ്, കൂലി ലഭിക്കുന്ന ഒരു ഇബാദത്തായി മാറുകയാണ്. ജോലി ചെയ്യുമ്പോൾ റബ്ബേ, എന്റെ കുടുംബത്തെ പുലർത്തുക എന്നൊരു ബാധ്യതയാണല്ലോ. ആ ഒരു ബാധ്യത നിറവേറ്റാൻ വേണ്ടി, നീ കൽപ്പിച്ച ആ ഒരു കാര്യം നിർവഹിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ജോലി എടുക്കുന്നത് നിയ്യത്ത് ചെയ്യുമ്പോൾ അതിനും അല്ലാഹു തആല പ്രതിഫലം നൽകുന്നു. വിവാഹം ചെയ്യുമ്പോൾ റബ്ബേ, എന്റെ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിന് മുറുകെ പിടിക്കുക എന്നൊരു ഉദ്ദേശത്തോടുകൂടെയാണ് ഞാൻ ഈ വിവാഹത്തിൽ ഏർപ്പെടുന്നത് എന്നൊരു നിയ്യത്ത് ചെയ്യുമ്പോൾ അതും ഇബാദത്തായി മാറുകയാണ്, അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നിയ്യത്ത് കൊണ്ട് ഇബാദത്താക്കി മാറ്റാൻ കഴിയുന്നതാണ്. അപ്പൊ നിയ്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്തി. കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നത്, അതല്ലെങ്കിൽ അതിന്റെ പൂർണ്ണത കൈവരിക്കപ്പെടുന്നത് നിയ്യത്തുകളെ കൊണ്ടാണ്. ഏതൊരു മനുഷ്യനും എന്താണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശിച്ചതിനനുസരിച്ചാണ് അത് അല്ലാഹുവിൽ സ്വീകരിക്കപ്പെടുക. ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുവാനുണ്ടായ ഒരു സാഹചര്യമുണ്ട്. മക്കയിൽ നബി തങ്ങൾ പ്രബോധനത്തിന്റെ തുടക്കം, ആദ്യ കാലഘട്ടം, ഇസ്ലാമിനെ വളരെയധികം ശക്തി പ്രാപിച്ചിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ വിരോധികളായ ആളുകൾ മുഅ്മിനായതിന്റെ പേരിൽ ആളുകളെ മർദ്ദിക്കുന്ന ഒരു രംഗമുണ്ട്.
ചെയ്യണമെന്ന അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോൾ ആ കൽപ്പനയ്ക്ക് വിധേയമായി പിറന്ന നാട് വിട്ട് ഹിജ്റ പോകുന്ന ഒരു രംഗമുണ്ടായി. ആദ്യം ഹബശയിലേക്കും പിന്നീട് മദീനയിലേക്കും ഹിജ്റ പോവുകയുണ്ടായി. എന്താണ് ഈ ഹിജ്റയുടെ ഉദ്ദേശം? ദീനിനെ സംരക്ഷിക്കുക എന്നതാണ്. ആ കൂട്ടത്തിൽ അന്നൊരാൾ വിവാഹം ആലോചിച്ചു വെച്ചിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഈ പ്രതിശ്രുത വധു അന്ന് ഹിജ്റ സംഘത്തോടൊപ്പം മദീനയിലേക്ക് പുറപ്പെട്ടു. ഇനിയും ഞാൻ മക്കയിൽ തങ്ങിയാൽ ഈ ഒരു വിവാഹം ഇവിടെ നടക്കാൻ പോകുന്നില്ല. അപ്പൊ അദ്ദേഹം മനസ്സിലാക്കി, എനിക്കും ഹിജ്റ പോവേണ്ടതുണ്ട്, എന്നാലാണ് ഈ ഒരു വിവാഹം നടക്കുകയുള്ളൂ. അങ്ങനെ ആ സംഘത്തിൽ അദ്ദേഹം മദീനയിലെത്തി. ദീൻ സംരക്ഷിക്കുക എന്നതും ഉദ്ദേശമാണ്. അതോടൊപ്പം മുഖ്യമായി അദ്ദേഹം മനസ്സിലാക്കിയത് ഈ വിവാഹം നടക്കണമെങ്കിൽ, താൻ ആഗ്രഹിച്ച സ്ത്രീയെ ഭാര്യയായി ലഭിക്കണമെങ്കിൽ ഈ ഒരു പലായനം അത്യാവശ്യമാണ്. അങ്ങനെ മദീന എത്തിയപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്നമൽ അഅമാലു ബിന്നിയാതി, അമലുകളൊക്കെ സ്വീകരിക്കപ്പെടുന്നത് നിയ്യത്തുകളെ കൊണ്ടാണ്. നിയ്യത്തുകൾക്കനുസരിച്ചാണ് അമലുകൾക്ക് കൂലി ലഭിക്കുന്നത്. വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, ഏതൊരു മനുഷ്യനും എന്താണോ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചാണ് സ്വീകാര്യത ലഭിക്കുന്നത്. ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി ഫമൻ കാനത് ഹിജ്റതുഹു ഇലാ ദുനിയാ യുസിബുഹാ, ദുനിയാവ് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഒരാൾ പലായനം ചെയ്യുന്നതെങ്കിൽ അവൻ അത് ലഭിക്കും. ഔ ഇല ഇംറഅത്തിൻ യൻകിഹുഹാ, അതല്ല ഒരു സ്ത്രീയെ വിവാഹം കഴിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടെയാണോ പലായനം ചെയ്യുന്നത് എങ്കിൽ അത് ലഭിക്കും. ചുരുക്കി പറഞ്ഞാൽ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി, എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ടാണോ നിങ്ങൾ ഹിജ്റ ചെയ്യുന്നത് ആ ഒരു ഉദ്ദേശത്തിന്റെ സാഫല്യമാണ് ലഭിക്കുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെളിയിപ്പെടുത്തുകയുണ്ടായി. നിയ്യത്തുകൾക്കനുസരിച്ചാണ് കർമ്മങ്ങൾക്ക് പ്രതിഫലം ഉണ്ടാവുക. കുന്നോളം കർമ്മങ്ങൾ നിർവഹിച്ചു, ധാരാളം സൽക്കർമ്മങ്ങൾ, പക്ഷേ ഒന്നിൽ പോലും ഇഖ്ലാസ് ഇല്ല, ഒന്നിൽ പോലും നല്ല നിയ്യത്തില്ല എങ്കിൽ അതെല്ലാം നിഷ്ഫലമാണ്. വഖദിന്നാ ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ, വിശുദ്ധമായ ഖുർആൻ പറയുകയുണ്ടായി. ധാരാളം അമലുകൾ ചെയ്ത് ഒരുപാട് കർമ്മങ്ങൾ നിർവഹിച്ച ഒരു മനുഷ്യൻ അദ്ദേഹത്തെ ഖിയാമത്ത് നാൾ ഹാജരാക്കപ്പെടുമ്പോൾ തൂക്കി നോക്കുന്ന സമയത്ത് സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടാവുന്ന ഒരു കർമ്മവും അതിൽ കാണാനില്ല. ചെയ്തു വെച്ച നന്മകളെല്ലാം ഹബാഅൻ മൻസൂറ, അത് കാറ്റത്ത് പാറി നടക്കുന്ന ധൂമങ്ങളെ പോലെ പൊടികളെ പോലെയായി തീർന്നു. ഒന്നിനും ഒരു പ്രതിഫലവുമില്ല. മീസാനിൽ തൂക്കി നോക്കുമ്പോൾ പൊടിപടലങ്ങളുടെ അത്ര പോലും ഒരു കനം അതിനില്ല. എന്തേ കാരണം? നിയ്യത്തിൽ വന്ന അപാകതയാണ്. രണ്ടാളുകൾ തമ്മിൽ ശണ്ട കൂടിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഇദൽതഖൽ മുസ്ലിമാനി ബിസൈഫൈഹിമാ, രണ്ട് മുഅ്മിനീങ്ങളായ ആളുകൾ, അല്ലാഹുവിലും അന്ത്യനാളിലും മുത്തുനബിയിലും വിശ്വസിക്കുന്ന രണ്ടാളുകൾ, ദൗർഭാഗ്യവശാൽ അവർ രണ്ടുപേരും ഒരു സംഘട്ടനത്തിലേക്ക് എത്തി. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഒരാൾ മറ്റൊരാളെ വധിച്ചു. ഈ ഒരു സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ, ഘാതകനായ കൊലയാളിയും കൊല്ലപ്പെട്ട മനുഷ്യൻ രണ്ടുപേരും നരകത്തിലാണ്. ഈ ഒരു ഹദീസ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ കേട്ടിരുന്ന സ്വഹാബി ചോദിച്ചു, ഖുൽതു യാ റസൂലല്ലാഹ്, ബഹുമാനപ്പെട്ട അഹ്നഫ് ഇബ്നുൽ ഖൈസ് റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഹാദൽ ഖാതിൽ, ഘാതകനെ സംബന്ധിച്ച് അങ്ങ് പറഞ്ഞു ഞങ്ങൾക്ക് മനസ്സിലായി, കൊലയാളിയാണ്, അവൻ നരകത്തിലാണ്, ശരി തന്നെ. പക്ഷെ കൊല്ലപ്പെട്ടവൻ എന്ത് പിഴച്ചു, അവൻ എങ്ങനെയാണ് നരകത്തിലാകുന്നത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബി സന്ദേഹം അറിയിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഖാല ഇന്നഹു കാന ഹരീസൻ അലാ ഖത്ലി സ്വഹിബിഹി, അവൻ എന്തുകൊണ്ടാണ് വാളുമെടുത്ത് പുറപ്പെട്ടത്? തന്റെ എതിരാളിയായ മുഅ്മിനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടിയല്ലേ പുറപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവന് സാധിച്ചില്ല, മറ്റേയാളാണ് വിജയിച്ചത്, അവൻ ഘാതകനായി, ഇവൻ കൊല്ലപ്പെട്ടവനായി. പക്ഷെ ഇതിന്റെ ഉദ്ദേശമുണ്ടായിരുന്നത് തരം കിട്ടിയാൽ അവരെ വകവരുത്തണമെന്നൊരു ഉദ്ദേശമുണ്ടായിരുന്നല്ലോ. ആ ഒരു നിയ്യത്തനുസരിച്ചാണ് നരകത്തിലേക്ക് അവൻ എഴുതപ്പെട്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. നിയ്യത്തിന്റെ പ്രാധാന്യം, നല്ല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് നല്ല നിയ്യത്തോടു കൂടെ ദൈനംദിന ജീവിതത്തിൽ നാം ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളെ ഇബാദത്താക്കി മാറ്റാമെങ്കിൽ, അതുപോലെ തന്നെ നിയ്യത്ത് നല്ലതല്ല എങ്കിൽ, ദുരുദ്ദേശമായിരുന്നുവെങ്കിൽ,
ചെയ്യുന്ന നന്മകൾക്ക് പകരം അത് തിന്മയായി ഭവിക്കുമെന്നതാണ് യാഥാർത്ഥ്യം. ഓർമ്മപ്പെടുത്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരാളൊരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, ഒരു നല്ല കാര്യം, അത് ചെയ്യാൻ മനസ്സിൽ അതിയായ ആഗ്രഹം തീർച്ചപ്പെടുത്തി ചെയ്യണമെന്ന്. പക്ഷേ അവസരം ലഭിച്ചില്ല, ചെയ്യാൻ പറ്റിയില്ല, കഴിഞ്ഞില്ല, അവസരം കിട്ടിയില്ല. പക്ഷെ എന്നാലും അള്ളാഹുവിന്റെ അരികിൽ അതിന് ഒരു നന്മ പ്രതിഫലമായി അള്ളാഹുവിന് അരികിൽ അത് രേഖപ്പെട്ട് കിടക്കുകയാണ്. നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചേ ഉള്ളൂ, ചെയ്തിട്ടില്ല, ചെയ്യാൻ അവസരം ലഭിച്ചില്ല. പക്ഷെ ഒരു നല്ല നിയ്യത്തുണ്ടായിരുന്നല്ലോ. ആ ഒരു നല്ല നിയ്യത്ത് കൊണ്ട് അല്ലാഹു തആല ഒരു ഹസനത്ത്, ഒരു നന്മ, ഒരു പ്രതിഫലം ആ മനുഷ്യന് എഴുതുകയാണ്. അതേസമയം ഒരു നന്മ ചെയ്യണമെന്ന് ഒരാൾക്ക് അതിയായ ആഗ്രഹം ഉണ്ടാവുകയും തീർച്ചപ്പെടുത്തുകയും ആ നന്മ അയാൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരികയും ചെയ്താലോ ഒരു നന്മയ്ക്ക് പകരം റഹ്മാനായ റബ്ബ് നൽകുന്നത് 10 നന്മകളാണ്. റഹ്മാനായ അല്ലാഹു തആല ഒരു നന്മയ്ക്ക് നൽകുന്നത് 10 പ്രതിഫലങ്ങളാണ്. അത് ഏതുവരെ വരാം? അല്ലാഹു തആല ഔദാര്യവാനാണ്. എടുത്തു കൊടുത്താൽ തീരാത്ത ഖസനാവാണ് അവന്റെ അരികിലുള്ളത്. അതുകൊണ്ട് തന്നെ 1-ന് 10, അത് 700 വരെ ഇരട്ടിയായി വർദ്ധിപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അപ്പൊ നന്മ ചെയ്യാനുള്ള മനസ്സുണ്ടായി, ചെയ്യാൻ അവസരം ലഭിച്ചില്ലെങ്കിലും ആ ഒരു നിയ്യത്ത് നല്ലതായിരുന്നു എന്നതിന്റെ പേരിൽ ഒരു ഹസനത്ത് ലഭിക്കുകയാണ്. ചെയ്താൽ അല്ലാഹു തആല ഔദാര്യവാനായ അല്ലാഹു തആല നൽകുന്നതോ ഇരട്ടി പ്രതിഫലങ്ങളാണ്. ഇതാണ് നിയ്യത്തിന്റെ പ്രാധാന്യം. അതേസമയം നിയ്യത്ത് ചീത്ത കാര്യങ്ങൾക്ക് വേണ്ടിയായി, അതല്ലെങ്കിൽ ദുരുദ്ദേശപരമായ നിയ്യത്തായിരുന്നുവെങ്കിൽ അതും അതോടുകൂടെ അവസാനിപ്പിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ ഹദീസ്, ഇന്ന അവ്വലന്നാസി യുഖ്ളാ യൗമൽ ഖിയാമത്തി അലൈഹി, അന്ത്യനാളിൽ ആദ്യമായി വിചാരണക്കെടുക്കപ്പെടുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ അല്ലാഹുവിന്റെ അരികിൽ ഹാജരാക്കപ്പെടും. എന്നിട്ട് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ? റജുലുൻ ഉസ്തുഷ്ഹിദ, അയാൾ ഷഹീദായ ഒരു മനുഷ്യനാണ്, രക്തസാക്ഷിയായ ആളാണ്. ഷഹീദായ ഒരു മനുഷ്യൻ, അയാളെ കൊണ്ടുവരപ്പെടും അല്ലാഹുവിന്റെ അരികിലേക്ക്. എന്നിട്ട് അയാളെ കൊണ്ടുവരപ്പെടുമ്പോൾ അല്ലാഹു തആല ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളൊക്കെ ആ മനുഷ്യൻ അല്ലാഹു തആല ബോധ്യപ്പെടുത്തി കൊടുക്കും. ഞാൻ നിനക്ക് ഇന്നാലിന് അനുഗ്രഹങ്ങളൊക്കെ ചെയ്തു തന്നില്ലേ? ഇത് ഓരോ മനുഷ്യർക്കും അല്ലാഹു തആല ചോദിക്കുമെന്നാണ്. അല്ലാഹു തആല ചെയ്ത നിഅമത്തുകൾ അത് ഓരോരുത്തരോടും ചോദിക്കപ്പെടുമെന്ന് പരിശുദ്ധമായ ഖുർആൻ എന്നോടും നിങ്ങളോടൊക്കെ അല്ലാഹു നമ്മുടെയൊക്കെ ഹിസാബ് എളുപ്പമാക്കി തരുമാറാവട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളെ കുറിച്ചും അല്ലാഹു തആല ചോദ്യം ചെയ്യുകയാണെങ്കിൽ സുഹൃത്തുക്കളെ നമുക്കൊന്നും മറുപടി പറയാനില്ല. റഹ്മാനായ റബ്ബ് അവന്റെ മഹദായ ഫضل കൊണ്ട് ഹിസാബ് എളുപ്പമാക്കി തരുമാറാവട്ടെ. ഈ മനുഷ്യനോട് അല്ലാഹു തആല ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ, ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ നിനക്ക് ഞാൻ ചെയ്തു തന്നില്ലയോ? അപ്പോൾ അതെല്ലാം സമ്മതിക്കും, അതേ റബ്ബേ, ഇതൊക്കെ നീ എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങളാണ്. പിന്നെ അല്ലാഹുവിന്റെ ചോദ്യം, എങ്കിൽ പിന്നെ നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറയും, അല്ലാഹുവേ, നിനക്ക് വേണ്ടി ഞാൻ ഷഹാദത്ത് വരിച്ചില്ലേ? നിനക്ക് വേണ്ടി ഞാൻ രക്തസാക്ഷിയായില്ലേ? എന്റെ ജീവൻ പോലും നിനക്ക് ഞാൻ വേണ്ടി നൽകിയില്ലേ എന്ന് പറയുമ്പോൾ അല്ലാഹു തആല പറയും, കദിബത, നീ പറഞ്ഞത് കളവാണ്, തെറ്റാണ് നീ പറഞ്ഞത്. വലാകിന്നക, പക്ഷേ നീ ചെന്നത് ഖാതൽനാ, നീ യുദ്ധം നിർവഹിച്ചത് നീ ഒരു ധൈര്യശാലിയാണ്, നീ യുദ്ധത്തിൽ വളരെയധികം നല്ല കഴിവ് പ്രകടിപ്പിക്കുന്ന ഒരാളാണ്, നല്ലൊരു രക്തസാക്ഷിയാണ് എന്നൊക്കെ അറിയപ്പെടാൻ വേണ്ടിയല്ലേ നീ യുദ്ധം ചെയ്തത്? നിന്റെ മനസ്സിന്റെ അകത്തുണ്ടായിരുന്ന നിയ്യത്ത് ഇതായിരുന്നു. അത് ജനങ്ങൾ അന്ന് പറയപ്പെട്ടു, നീ ഷഹീദായപ്പോൾ, നീ കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആളുകൾ അനുസ്മരണ യോഗം വിളിച്ചുകൂട്ടി, നിന്നെ കുറിച്ച് ധീരവാൻ, ധീരപരാക്രമി, ശൂരൻ, ഇതെല്ലാം ആളുകൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇവിടുന്ന് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല എന്ന് അല്ലാഹു തആല മനുഷ്യരോട് പറയുമെന്നാണ്. രണ്ടാമതായ ഒരു മനുഷ്യനെ അല്ലാഹു തആല കൊണ്ടുവരും. എന്താണ് അദ്ദേഹം നൽകിയ പ്രവർത്തനം? അദ്ദേഹം ചെയ്തത് അദ്ദേഹം ഇൽമു പഠിച്ചു, അത് മറ്റുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, ഖുർആൻ ഓതാൻ പഠിച്ചു, ധാരാളം ഖുർആനുകൾ പാരായണം ചെയ്യുകയും ചെയ്തു. ഈ മനുഷ്യനെ അന്ത്യനാളിൽ കൊണ്ടുവരപ്പെടും. അല്ലാഹു തആല ചോദിക്കും, ഞാൻ നിനക്ക് ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ ചെയ്തു തന്നില്ലയോ? അതെല്ലാം അവൻ തിരിച്ചറിയും, അതേ റബ്ബേ, ഇതൊക്കെ നീ എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങളാണ്, ഞാൻ സമ്മതിക്കുന്നു. വീണ്ടും അല്ലാഹുവിന്റെ ചോദ്യം, നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? പറയും,
ഞാൻ നിന്റെ ദീന് പഠിച്ചു, അത് മറ്റുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, ഖുർആൻ ഓതാൻ പഠിച്ചു, ഞാൻ ധാരാളം ഖുർആൻ ഓതി. അപ്പൊ അല്ലാഹു തആല പറയും, നീ പറഞ്ഞത് കളവാണ്. നീ ദീന് പഠിച്ചതും അത് പ്രസംഗിച്ചതുമെല്ലാം ആലിമാണെന്ന് പറയപ്പെടാൻ വേണ്ടിയല്ലേ. നിന്നെ കുറിച്ച് ആളുകൾ അങ്ങനെ പറഞ്ഞു, നീ വലിയ പണ്ഡിതനാണ്, ആലിമാണെന്ന് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. നീ ഖുർആൻ ഓതിയത് നിന്റെ ഖിറാഅത്ത് കേട്ട ആളുകൾ നല്ല ഖിറാഅത്താണെന്ന് പറയണം എന്ന ഉദ്ദേശമായിരുന്നല്ലോ. അത് ദുനിയാവിൽ വെച്ച് ആളുകൾ പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടുന്ന് കിട്ടാനില്ല എന്ന് അല്ലാഹു തആല പറയുകയാണ്. മൂന്നാമതൊരു മനുഷ്യനെ കൊണ്ടുവരപ്പെടും, ധാരാളം സാമ്പത്തികമായ ശേഷി നൽകിയ ഒരു മനുഷ്യൻ, വലിയ ധനികനായിരുന്നു അദ്ദേഹം. ആ ഒരു മനുഷ്യനെ കൊണ്ടുവരപ്പെടും. അയാളോട് ചോദ്യം ചെയ്യും, ചെയ്തെടുത്ത അനുഗ്രഹങ്ങളെ കുറിച്ച് അല്ലാഹു തആല പറയും. അപ്പോൾ ആ മനുഷ്യൻ പറയും, അതെ, ഇതൊക്കെ നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളാണ് റബ്ബേ, ഞാൻ സമ്മതിക്കുന്നു. പിന്നെ അല്ലാഹുവിന്റെ ചോദ്യം, നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? മനുഷ്യൻ പറയും, നീ എനിക്ക് ഒരുപാട് സമ്പത്ത് നൽകിയില്ലേ, അതിൽ നിന്ന് ഞാൻ ധാരാളം ചെലവഴിച്ചല്ലോ എന്ന് പറയുമ്പോ അല്ലാഹു തആല പറയും, കദിബത, നീ പറഞ്ഞത് കള്ളമാണ്, നീ പറഞ്ഞത് നുണയാണ്. നീ എനിക്ക് വേണ്ടിയല്ല ചെലവഴിച്ചത്, മറിച്ച് നിന്നെ കുറിച്ച് ആളുകൾ ജവാദാണെന്ന് പറയപ്പെടണം, നീ ധർമ്മിഷ്ഠനാണെന്ന് പറയപ്പെടണം. അവിടെ അത്ര ലക്ഷം കൊടുത്തു, ഇത്ര ലക്ഷം കൊടുത്തു എന്നൊക്കെ ആളുകൾക്കിടയിൽ പേര് കിട്ടാൻ വേണ്ടിയാണ് നീ ചെയ്തത്. നിന്റെ നിയ്യത്ത് നന്നായിരുന്നില്ല, അതുകൊണ്ട് ഇവിടെ നിന്നും കിട്ടാനില്ല എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ 3 വിഭാഗം ആളുകളെയും നരകത്തിലേക്ക് എടുത്ത് എറിയപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. നിയ്യത്തിന്റെ പ്രാധാന്യമാണ്. നിയ്യത്ത് നന്നായി കഴിഞ്ഞാൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ പ്രതിഫലമുണ്ട്. അതേസമയം നിയ്യത്ത് ദുഷിച്ചു കഴിഞ്ഞാൽ എന്തോരം പ്രവർത്തനങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല, അതെല്ലാം പാഴ്വാലയാണ്, അതെല്ലാം നഷ്ടത്തിലാണ്. അല്ലാഹു തആല നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഒറ്റ കാര്യം കൂടെ ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുകയാണ്. ഒരു മനുഷ്യൻ ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുന്നു. വിവാഹം ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, സ്വദാഖ് മഹർ കൊടുക്കൽ, സ്ത്രീക്ക് മഹർ കൊടുക്കുക എന്നത് പുരുഷന്റെ ബാധ്യതയാണ്. മഹർ കൊടുക്കുക എന്നത് പുരുഷന്റെ ബാധ്യതയാണ്. ആ മഹർ കൊടുക്കാമെന്ന് പിന്നീട് പറഞ്ഞു, ഞാൻ പിന്നീട് മഹർ തരാം എന്ന് പറഞ്ഞ് നിക്കാഹ് ചെയ്താലും നിക്കാഹ് സ്വഹിയാണ്. പക്ഷെ അന്നേരം ഈ മനുഷ്യന്റെ ഉള്ളിലുള്ള ചിന്ത എന്താണ്? തൽക്കാലം നിക്കാഹ് നടന്നു പോട്ടെ, എന്നിട്ട് പിന്നെ മഹർ കൊടുക്കുന്ന സമയത്തല്ലേ, അപ്പൊ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതങ്ങോട്ട് പോയി ഒഴിവാക്കാം എന്നൊരു ചിന്തയോട് കൂടെയാണ് ഒരാൾ നിക്കാഹ് ചെയ്തതെങ്കിൽ നിക്കാഹ് ബാഹ്യമായി അത് ഹറാമി എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അത് വളരെ വലിയൊരു ചതിയാണ്, മോശമാണ്. അതുപോലെ തന്നെ അവൻ സിന ചെയ്യുന്നവനെ പോലെയാണ്, വ്യഭിചാരിയെ പോലെയാണ് എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒരു ഇടപാടിനെ നമുക്ക് പരിചയപ്പെടുത്തിയത്. അതുപോലെ തന്നെ ഒരാളിൽ നിന്നും കാശ് കടം വാങ്ങി വായ്പ വാങ്ങുകയാണ്. 30-ാം തീയതി ഞാൻ തരാം, അടുത്ത 1-ാം തീയതി തരാം എന്ന് പറഞ്ഞുകൊണ്ട് കാശ് കടം വാങ്ങുന്നു. കടം വാങ്ങുന്ന സമയത്ത് ഇവന്റെ മനസ്സിലുള്ളത് 1-ാം തീയതി ആവട്ടെ, അന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെ തട്ടി ഒഴിവാക്കാം, കൊടുക്കാനുള്ള മനസ്സില്ല. ഈ ഒരു രൂപത്തിൽ മനസ്സിൽ ഒന്ന് വെച്ചുകൊണ്ട് വെളിയിലേക്ക് ബാഹ്യമായി മറ്റൊന്ന് പറഞ്ഞുകൊണ്ട് വായ്പ എടുക്കുന്ന മനുഷ്യൻ, അവനെ കുറിച്ച് പറഞ്ഞത് അവനാണ് യഥാർത്ഥ 1-ാം നമ്പർ കള്ളൻ, അവനാണ് മോഷ്ടാവ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. നിയ്യത്താണ് പ്രാധാന്യം. നല്ല നിയ്യത്തുണ്ടെങ്കിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം കൂലി കിട്ടുന്ന കാര്യമാക്കി ആക്കാൻ പറ്റും. അതല്ല, ദുഷിച്ച ചിന്തയാണെങ്കിൽ, ദുഷിച്ച നിയ്യത്താണെങ്കിൽ, ഇഖ്ലാസ് ഇല്ലാത്ത പ്രവർത്തനമാണെങ്കിൽ എന്തോരം നന്മകൾ ചെയ്തിട്ട് കാര്യമില്ല, അതെല്ലാം നിഷ്ഫലമായി പോവുകയും ചെയ്യും. അല്ലാഹു തആല നമ്മുടെ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ.